ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നേരം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് എന്താ ഈ ആമ്പൽ പൂത്ത് നിൽക്കുന്ന സ്ഥലത്ത് പോകണം എന്നുള്ളത്. ആ ഒരു ഇത് കാണണം എന്നുള്ളത്. കഴിഞ്ഞ 4 ഇയേഴ്സായിട്ട്, 4 അല്ല 5-6 ഇയേഴ്സായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ കോട്ടയത്ത് മലരിക്കലൊക്കെ വരുമ്പോൾ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെ പോകണം, ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ള കാര്യം. പക്ഷേ എനിക്കിപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. ഞാനിപ്പോൾ കോട്ടയത്തേക്ക് കല്യാണം കഴിച്ച് വന്നപ്പോൾ ഓക്കെ, ഇപ്പം എനിക്ക് രാവിലെ എണീറ്റ് പോകാമല്ലോ അങ്ങോട്ടേക്ക്. പക്ഷെ മലരിക്കലല്ല നമ്മൾ പോകുന്നത്, ഇവിടെ പുതുപ്പള്ളിയിലാണ് പോകുന്നത്. ഞാൻ രാവിലെ 5:30ക്ക് എണീറ്റ് റെഡി ആയതാ. പക്ഷേ അപ്പോഴേക്കും മഴ ചതിച്ചു. ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ പോകാൻ നിന്നപ്പോഴും ഇതുപോലെ മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഇന്ന് പോകാം എന്ന് ഓർത്തു. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ പിന്നെയും മഴ. ബട്ട് ദാറ്റ്സ് ഓക്കെ, ഞാൻ മഴ തീരുന്നവരെ റെഡിയായി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പം 6:30 ആയപ്പോൾ മഴ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാം. ഇനി ഞാൻ ആഷിനെ വിളിച്ച് എണീപ്പിക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടേ വിളിക്കാവുള്ളൂ എന്ന്. അപ്പം ഇനി ആഷിനെ വിളിച്ച് എഴുതിപ്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രം രാവിലെ ഈ സാരി, എനിക്ക് ഇതുവരെ ഞാൻ സെറ്റും മുണ്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഞാൻ എന്താ പുളിയരക്കര മുണ്ടയ്ക്ക് തന്നെ ഉടുത്തു. ശരിയായിട്ടില്ലെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ഞാൻ ഉടുത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇതിൽ കാണാം. ബട്ട് ദാറ്റ്സ് ഓക്കെ, എന്നാലും കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ പുളിയരക്കര മുണ്ട് ഞാൻ വാങ്ങിയത് തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. അതിൽ പോകുമ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുളിയരക്കര മുണ്ട് വാങ്ങിച്ചത്. അപ്പോൾ നല്ലതായിട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആഷിനെ ഞാൻ കുത്തിപ്പൊക്കി എണീപ്പിച്ചു. നമ്മൾ രണ്ടുപേരും മോർണിംഗ് പേഴ്സൺ അല്ല. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫ്രണ്ട് മാർട്ടിനും പിന്നെ നമ്മുടെ കസിൻ ബ്രദർ കണ്ണൻ ചേട്ടനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ മറ്റേ വള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കണ്ണൻ ചേട്ടനാണ്. പിന്നെ മാർട്ടിനാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഓൾറെഡി അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. നമ്മളുകൂടി ഇനി എത്തിയാൽ മതി. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. ഇപ്പം എത്തുമെന്ന് എനിക്ക് പിന്നെ പേടിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമെന്നുള്ളത്. ബിക്കോസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മഴ ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കത്തില്ല, നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. പക്ഷെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടോ? ചെറുതായിട്ടുണ്ട്, പൊടിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് 10 മിനിറ്റ്സ് മതി അവിടെ എത്താൻ. 10 മിനിറ്റ്സ് കിട്ടിയാലും അവിടെ ചെന്ന് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് സങ്കടമാണ്. എന്തെങ്കിലും നമ്മളിങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തു പോകുമ്പോൾ ഇത്ര ദിവസം മഴ പെയ്തില്ല, അതറിയോ? ഇത്ര ദിവസം രാവിലെ മഴയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്തപ്പോഴും ഇന്നും മഴ. സോ സാഡ്. എന്തായാലും അവിടെ എത്തട്ടെ, ബാക്കി എന്നിട്ട് നോക്കാം. ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ നടന്നു. നോക്കൂ, ഫുൾ മഴ. ഞാനിന്ന് വെതർ നോക്കിയപ്പോഴാണെങ്കിലും എന്താ കനത്ത മഴയ്ക്ക് സാധ്യത എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ എനിക്കിത് കാണാനേ വീഡിയോ ഉണ്ടാവുള്ളൂ. എനിക്കറിയത്തില്ല. കണ്ണൻ ചേട്ടനൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ആഷിനെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് വന്നതിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അറിയില്ല എന്താവുമെന്ന്. മഴ കുറയില്ല നോക്കാം. എന്തായാലും നമ്മൾ 1 hour വെയിറ്റ് ചെയ്യേണ്ടി വരും. മാർട്ടിൻ വേറൊരു സ്ഥലത്ത് കയറി നിൽക്കുകയാണ്. നമ്മളിവിടെ ഒരു ചെറിയൊരു ചായക്കടയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മഴ പോയിരിക്കുകയാണ്. നമ്മൾ മഴ കുറച്ചുണ്ട്, എന്നാലും ഫുള്ളി പോയിട്ടില്ല, കുറച്ച് മഴയുണ്ട്. നമ്മൾ ഈ മഴയിൽ എന്തായാലും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മാർട്ടിന് ഇവിടെ കളർഫുൾ കൊടയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാവുന്നു. ഈ ചേട്ടൻ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ഇത് എത്രയോ സ്ഥലത്ത് ഇതുപോലെ തന്നെ ഈ ഒരു റോഡുണ്ട്. അവിടെ റോഡ് കണ്ടോ? ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡും സെയിം തന്നെ ഇതുപോലെ ഇവിടെ ഉള്ളതുപോലെ തന്നെ ആമ്പലുണ്ട്. ഇതൊക്കെ പാടമാണ്. പാടത്ത് മഴക്കാലം വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പം ഈ കോട്ടയത്ത് തന്നെ കുറേ സ്ഥലത്ത്, ഇവിടെ പാടമുള്ള സ്ഥലത്ത് ഇങ്ങനെ ആമ്പൽ വരുന്നുണ്ട്. അപ്പം ഫോട്ടോഷൂട്ടും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ആണ്. ബാക്കി എല്ലാ സ്ഥലത്തും പള്ളം, മലരിക്കൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ആൾക്കാരെല്ലാം അറിഞ്ഞറിഞ്ഞ് ഓൾറെഡി അവിടെ തിരക്കാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞറിഞ്ഞ് വരുന്നേ ഉള്ളൂ. അമ്പാട്ട് കടവ് പുതുപ്പള്ളിയുടെ അടുത്താണ്. അപ്പം എല്ലാവരും വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക. ഇറ്റ്സ് റിയലി ഗുഡ് പ്ലേസ് ടു ടേക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്.
അല്ല അവിടെ പ്രകൃതി പോലും മഴ നിർത്തി തന്നു. നാട്ടിലെ പറ്റിയ സമയാ. ഞാൻ പറയാൻ ചേട്ടൻ മുറിച്ച് തന്നാ മതി. അശ്വിനിന്റെ ഫേസ് ഒന്ന് നോക്കിക്കേ കാണാൻ. ഓക്കെ മുകളിലത്തെ കൈ കുറച്ചുകൂടി അപ്പ് ചെയ്താ. ഷൂട്ട് ഫുള്ളി കംപ്ലീറ്റ് ആയി. നിങ്ങൾ കണ്ട വിഷ്വൽസ് എല്ലാം എനിക്ക് എന്തൊക്കെ ഇതിലുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പം കണ്ട വിഷ്വൽസ് എല്ലാം ബാക്കിയുള്ളവരെടുത്തു തന്നാണ്. താങ്ക് യു സോ മച്ച് ഫോർ ആഷ്, പിന്നെ മാർട്ടിൻ, പിന്നെ കണ്ണൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ഇവിടെ ഒരു വ്ളോഗർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ട്രോൾ വീഡിയോസൊക്കെ ചെയ്യുന്ന ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് ഓക്കെ, ഫ്ലാഷ് ലൈറ്റ് മീഡിയ എന്നാണ് ചേട്ടൻ്റെ ചാനലിൻ്റെ പേര്. കുറച്ച് നേരം മഴ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചപ്പോഴേക്കും മഴ മാറി തന്നു. പ്രകൃതി പോലും എനിക്ക് വേണ്ടി മഴ മാറ്റി തന്ന പോലെ ഉണ്ട്. സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത് ഞാൻ കണ്ണൻ ചേട്ടൻ്റെ അടുത്താണ്. കണ്ണൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ഈ വള്ളം തുഴയുന്ന ചേട്ടൻ്റെ പേര് എനിക്ക് ചേട്ടൻ്റെ പേര് സോബിൻ ചേട്ടനാണ്. ഇവിടെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് പുതുപ്പള്ളി ഓക്കെ, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന പുതുപ്പള്ളി അമ്പാട്ട് കടവാണ്. ഇവിടെ കൂടുതൽ പേര് അറിഞ്ഞ് വന്നിട്ടില്ല. അപ്പം വരുവാണെങ്കിൽ ഈ സോബിൻ അല്ലേ, സോബിൻ ചേട്ടൻ്റെ വള്ളത്തിൽ തന്നെ കയറാൻ നോക്കണം. അടിപൊളിയായിട്ട് ചേട്ടൻ നമുക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം ഒരുക്കി തന്നു. അതുപോലെ തന്നെ വള്ളത്തിൽ നിന്ന് വള്ളം തുഴഞ്ഞ് കുറേ നേരം തന്നു, കാര്യം മഴ മാറുന്നവരെയൊക്കെ. അപ്പോൾ ഓക്കെ, ചേട്ടൻ പറയും നമ്പർ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്യുന്നുണ്ടായിരിക്കും ചേട്ടൻ്റെ നമ്പർ. അപ്പം ഇവിടെ ഈ ചേട്ടൻ എനിക്ക് ഈ പേര് അമ്പാട്ട് കടവ്, ഓക്കെ, പുതുപ്പള്ളിയുടെ അടുത്താണ് അമ്പാട്ട് കടവ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടെ നിറയെ അമ്പലമുണ്ട് രണ്ട് സൈഡിലും. നമ്മളൊരു 5:30 തൊട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, പക്ഷേ ഒരു 8:30 ആയപ്പോഴാണ് മഴ മാറിയത്. പക്ഷേ എന്തോ എന്ന് നമുക്ക് ഫോട്ടോസ് എല്ലാം കിട്ടി. ഇപ്പോൾ പിന്നെയും മഴ ചെറുതായിട്ട് ചാറ്റിൽ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ എല്ലാവരും വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നതായിരുന്നു, ഇങ്ങനെ ആമ്പൽ കാണണം, ആമ്പൽപ്പാടത്ത് വരണം എന്നുള്ളത്. ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് വരാൻ പറ്റി. ആണ് സോബിൻ ചേട്ടൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ, നമ്മളെ ഇത്ര നേരം ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണിച്ചു തന്നതിന്. ചേട്ടൻ്റെ നമ്പർ എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ പ്ലേസിനെ പറ്റി കൂടുതൽ അറിയാവുന്ന കണ്ണൻ ചേട്ടനാണ്. നമുക്ക് കണ്ണൻ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഇവിടെ എത്ര മണിക്കാണ് ഓപ്പൺ ഒക്കെ ആവുന്നത്? 6 to 9 മണി. ഓക്കെ, 9 മണിക്ക് മുന്നേ വരാൻ നോക്കണം, അല്ലെങ്കിൽ ആമ്പൽപ്പൂവൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ നേരത്തെ വരാൻ. എനിക്ക് ഈ പ്ലേസ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കണ്ണൻ ചേട്ടനാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. പിന്നെ ചേട്ടൻ്റെ പേജ് ഉണ്ട് കേട്ടോ. ചേട്ടൻ ഭയങ്കര ഇൻഫ്ലുവൻസറാണ്. അതുതന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഭയങ്കര കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ താങ്ക് യു. പിന്നെ നമ്മുടെ കസിനും കൂടെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. ബൈ. ഓക്കെ, അപ്പോൾ ഈ പുതുപ്പള്ളി അമ്പാട്ട് കടവിൽ വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വരാനായിട്ട് ഞാൻ ഈസി ആയിട്ടൊരു വേ പറഞ്ഞു തരാണ്. നമ്മുടെ പുതുപ്പള്ളി പനച്ചിക്കാട് ക്ഷേത്രത്തിന് അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ലൊക്കേഷൻ എക്സാക്ട്ലി അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അമ്പാട്ട് കടവ് കിട്ടും. അപ്പോൾ നോക്കുക, ഇതിപ്പോൾ കുറച്ച് ഓക്കെ, അമ്പാട്ട് കടവ് തെളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അമ്പാട്ട് കടവ്, ഓക്കെ, പുതുപ്പള്ളി അമ്പാട്ട് കടവ്.